ഹലോ ഗെയ്സ്, വെൽക്കം ടു ചാനൽ FFT ബിസിനസ് ഫാസ്റ്റ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈസ്റ്റർ സൺഡേ ആണ്. വൈഫിന് ഡ്യൂട്ടിയാണ്, ഡേ ഡ്യൂട്ടിയാണ്, ഈവനിങ് എത്തുള്ളൂ. അത് കാരണം നമ്മളിന്ന് ഈസ്റ്റർ ഇപ്രാവശ്യത്തെ ഈ ഒരു ഈവനിങ് ആഘോഷിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാടൻ മുയൽ റോസ്റ്റ്. അപ്പോൾ നമ്മളൊരു മുയലിനെ മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പീസാക്കി നമ്മൾ ഷാപ്പിലൊക്കെ വെക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കറിയാണ് നാടൻ മുയൽ റോസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മുയൽ റോസ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 2 മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം, കാരണം നമുക്ക് സാധാരണ അറിയാം മുയലിന് ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് മറ്റ് ഇറച്ചികളെ അപേക്ഷിച്ച്. സോ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒപ്പം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി ഇത് ചെറിയുള്ളി ചതച്ചത്. പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ്, മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് കുരുമുളക് പൊടിയാണ്. സോ കുരുമുളക് ക്രഷ് ചെയ്തിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല. പിന്നെ നമ്മുടെ മുയൽ ഇനി പീസ് ആക്കണം, കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മുയലൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ലെഗ് പീസാണ്, ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് ആ ഒരു പീസ് അടുത്ത ലെഗ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഹെഡ് ഒന്ന് റിമൂവ് ചെയ്യാം. ഈസിയാണ്. നമുക്ക് ചിക്കൻ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വലിയ അധികം കട്ടിയൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിക്കുകയാണ്. ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മൾ പച്ചമുളക്, ഒരു 2 കറിവേപ്പില, നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നു. സവോള ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരണം, ആ ഒരു പച്ചമണം മാറുന്ന വരെ. സവോള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ പൊടികളും തന്നെ വറുത്തിട്ടാണ് യൂസ് ചെയ്യാറ്, എങ്കിൽ മാത്രമേ നാട്ടിലെ ഒരു തനതായ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ സാദാ മുളക് പൊടി, കാശ്മീരി ചില്ലിൽ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഒപ്പം 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത മുയൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മുയലൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഈ മസാല മുയലിലേക്ക് ചേരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം.
ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് മുയലിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അല്പം മാത്രം ഒന്ന് വേകാനായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മുയൽ അടുപ്പത്തൊരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില, നമ്മൾ മിച്ചമുണ്ടായിരുന്ന 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ അല്പം നാരങ്ങ നീര്, ഒരു ഹാഫ് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുവാണ്. കാരണം ഇതിനൊരു പുളിപ്പ് രസം കൂടെ വരുമ്പോഴത്തേക്കും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു നാരങ്ങയുടെ മുറി മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മുയൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. സെറ്റായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുയൽ റോസ്റ്റ് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാണാൻ വേണ്ടി പറ്റും. പൊളി ടേസ്റ്റ്, നല്ല ചൂടാണ്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് കൂടെ എടുത്ത് നിൽക്കുന്നുണ്ട്. ആഹാ, പൊളി സാധനം. ഒരു പീസ് കൂടെ കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു മുയൽ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.